ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഈ ഒരു മോഡലിൽ നമ്മുടെ എക്സാം നടക്കുന്നത്. പക്ഷെ പണ്ട് 2016 സമയത്തൊക്കെ ഈ ഒരു മോഡലായിരുന്നു ഡി എയുടെ എക്സാം നടക്കുന്നത്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ സിലബസ് സ്പ്ലിറ്റ് പോലെയായിരുന്നു നമ്മുടെ എക്സാം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പം ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ സെയിം ക്വസ്റ്റ്യനാണ് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യനായിട്ട് ആ ഒരു സമയത്ത് ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും 1 by 1 ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും മാക്സിമം നമുക്ക് നോക്കാം. പിന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. 9072710772 അതുപോലെ നോട്ടിനായിട്ടും ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ഓരോ ക്വസ്റ്റ്യനും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് കീപ്പിംഗ് പെറ്റി ക്യാഷ് ഈസ് നോൺ ആസ്. പെറ്റി ക്യാഷ് ബുക്കിൻ്റെ നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുക. ഇത് ശരിക്കും ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ജേണൽ ആൻഡ് സബ് ഡിവിഷൻ ഓഫ് ജേണലിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഏരിയ. ഓക്കെ, മൈന്യൂട്ടായിട്ടുള്ള ട്രാൻസാക്ഷൻസ് കീപ്പ് ചെയ്യാനായിട്ട് ഒരു ബിസിനസ്സുകാരൻ ഓപ്പൺ ചെയ്യുന്ന ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് ബെസ്റ്റ് സിസ്റ്റം ഇത് ആർ.എൻ. കാർട്ടർ ബുക്കിൽ കൃത്യമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നോട്ടിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആർ.എൻ. കാർട്ടർ ബുക്ക് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവരും ഈ ഒരു ഗൂഗിൾ പേയിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 500 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ ക്ലാസ്സിന് 2500 രൂപയാണ്. അപ്പം ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് കീപ്പിംഗ് പെറ്റി ക്യാഷ് എന്ന് പറയുന്നത് ഇംപ്രസ് സിസ്റ്റമാണ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം, ഇംപ്രസ് സിസ്റ്റം. പെറ്റി ക്യാഷ്യർക്ക് ഓരോ മന്തും ഒരു സ്റ്റാൻഡേർഡ് എമൗണ്ട് കൊടുക്കുന്നതാണ് ഇംപ്രസ് സിസ്റ്റം എന്ന് പറയുക. ആർ.എൻ. കാർട്ടർ ബുക്കിലും നമ്മുടെ നോട്ടിൽ ഇത് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്ത വരുന്നത്, ഗുഡ്സ് ടേക്കൺ ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു വിച്ച് അക്കൗണ്ട്. പേഴ്സണൽ യൂസിനായിട്ട് ഗുഡ്സ് എടുക്കുന്നത് ഓണറിൻ്റെ ഡ്രോയിങ്സ് ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുക. അപ്പം നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ബിസിനസ്സുകാരൻ ബിസിനസ്സിൽ നിന്ന് സാധനങ്ങൾ പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി, വീട്ടിലെ ആവശ്യങ്ങൾക്കോ അങ്ങനെയുള്ള പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുക. അപ്പോൾ ഡ്രോയിങ്സ് വരുമ്പോഴത്തേക്കും നമ്മൾ ഡ്രോയിങ്സ് ഒരു എക്സ്പെൻസ് പോലെയാണ് ബിസിനസ്സുകാരൻ ട്രീറ്റ് ചെയ്യുക. സോ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. ക്യാഷ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ക്യാഷ് അക്കൗണ്ടിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിനെയാണ്. ഓർത്ത് വയ്ക്കുക, ബിസിനസ്സുകാരൻ 2 കാര്യങ്ങൾ പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി എടുക്കാം. ഒന്നെങ്കിൽ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എടുക്കാം, അല്ലെങ്കിൽ ഗുഡ്സ് എടുക്കാം. ഗുഡ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിനെയാണ് അവിടെ ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ടാണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് അക്കൗണ്ട് എന്നുള്ളതാണ് ഗുഡ്സ് ടേക്കൺ ബൈ പ്രൊപ്പറേറ്റർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ്റെ കറക്റ്റായിട്ടുള്ള ജേണൽ എൻട്രി. ഇനി പൈസയാണ് എടുത്തുകൊണ്ട് പോയതെങ്കിൽ നമ്മളവിടെ ക്യാഷ് അക്കൗണ്ടായിരുന്നു ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഗുഡ്സ് ആയതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് പർച്ചേസ് അക്കൗണ്ടിനെ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ, ദ സർപ്ലസ് വിച്ച് ഈസ് നോട്ട് ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ് ഈസ് നോൺ ആസ്. നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത സർപ്ലസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത സർപ്ലസ് ആണ് സീക്രട്ട് റിസർവ്. നമുക്കൊരു കാരണവശാലും സീക്രട്ട് റിസർവ് അത് നമ്മൾ സീക്രട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതാണ്. അതൊരിക്കലും ഒരു സ്ഥലത്തും ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ സീക്രട്ട് റിസർവ് ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതി കാണിക്കാത്തത്. ഓക്കെ, ഞാൻ ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇനീഷ്യലായിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കവർ ചെയ്യുന്നുള്ളൂ. ബാക്കി ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. നമ്മൾ ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എഴുതുക. ഇനി അടുത്തതാണ്, പ്രിലിമിനറി എക്സ്പെൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് അസറ്റ്. പ്രിലിമിനറി എക്സ്പെൻസ് ഏത് ടൈപ്പ് ഓഫ് അസറ്റ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. അസറ്റുകളെ നമ്മൾ 4 ആയിട്ട് തരംതിരിക്കാറുണ്ട്. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഫിക്റ്റീഷ്യസ് അസറ്റാണ്. അതായത് ഒരു ബിസിനസ്സിന് എഴുതി തള്ളാൻ പറ്റാത്ത എക്സ്പെൻസുകൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്ന ഹെഡിങ്ങിലാണ് വരിക. ഫിക്സഡ് അസറ്റ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, MCQ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്യുന്ന അസറ്റിനെയാണ് ഫിക്സഡ് അസറ്റ് എന്നും ഷോർട്ട് ടൈമിലേക്ക് യൂസ് ചെയ്യുന്ന അസറ്റിനെയാണ് കറണ്ട് അസറ്റ് എന്നും പറയുക. അതുപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് കാണാൻ സാധിക്കില്ലാത്ത അസറ്റുകൾ ലൈക്ക് ഗുഡ് വിൽ, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, അങ്ങനെ സീൻ ചെയ്യാൻ അല്ലെങ്കിൽ ഫെൽറ്റ് ചെയ്യാൻ, സ്മെല്ല് ചെയ്യാൻ സാധിക്കാത്ത അസറ്റിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുക. ഇതൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഫിക്റ്റീഷ്യസ് അസറ്റും കാണിക്കും. ഫിക്റ്റീഷ്യസ് അസറ്റിന് എക്സാമ്പിളാണ്
എഴുതി തള്ളാൻ പറ്റാത്ത എക്സ്പെൻസുകൾ, പ്രിലിമിനറി എക്സ്പെൻസ് അല്ലെങ്കിൽ ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, ഇങ്ങനെയുള്ളതൊന്നും നമുക്ക് അതാത് വർഷത്തെ ലാഭത്തിൻ്റെ അകത്തുനിന്ന് ഒരു ബിസിനസ്സിന് എഴുതി തള്ളാൻ പറ്റാത്ത ചിലവുകളെയാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുക. ഓക്കെ. ദെൻ വെൻ ഗുഡ്സ് ആർ റിട്ടേൺ ടു സപ്ലയർ വിച്ച് ഡോക്യുമെൻ്റ് ഈസ് സെൻഡ് ടു ഹിം. നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ നമ്മുടെ സപ്ലയറിന് ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു തോന്നുന്നു, നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ് വീഡിയോയ്ക്കകത്തും ഡിസ്കസ് ചെയ്തിരുന്നു. സപ്ലയർക്ക് നമ്മൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യുകയാണ്, നമ്മൾ വാങ്ങിച്ച റോ മെറ്റീരിയൽസ് നമ്മുടെ സപ്ലയർക്ക് നമ്മൾ റിട്ടേൺ ചെയ്യുവാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന നോട്ടാണ് ഡെബിറ്റ് നോട്ട്. ഓക്കെ, അത് പർച്ചേസ് റിട്ടേൺ എന്ന് പറയും. നമ്മൾ അങ്ങോട്ട് നമ്മൾ വാങ്ങിച്ച സാധനം സപ്ലയർക്ക് റിട്ടേൺ ചെയ്യുന്നതിന് പർച്ചേസ് റിട്ടേൺ എന്നാണ് പറയുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു സോഴ്സ് ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ഒരു ബിൽ, ഇൻവോയ്സ് എന്ന് പറയുന്ന ഡെബിറ്റ് നോട്ടാണ്. ഇനി നമ്മുടെ കസ്റ്റമർ നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ തരുമ്പോൾ അതിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് നോട്ടാണ്. അത് ഓർത്ത് വെച്ചേക്കുക. ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത് നോക്കുക, ഔട്ട്സ്റ്റാൻഡിങ് സാലറി കംസ് അണ്ടർ. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട് ഉണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് 3 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നൊരു അക്കൗണ്ട് ഇല്ല. ഓക്കെ, 3 ടൈപ്പ് അക്കൗണ്ടാണുള്ളത്. റിയൽ അക്കൗണ്ടിൽ നമ്മൾ അസറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എഴുതുക. നോമിനൽ അക്കൗണ്ടിൽ എക്സ്പെൻസ് ആണ്. പേഴ്സണൽ അക്കൗണ്ടിൽ വ്യക്തികൾ, ആളുകളുമായിട്ട് ബന്ധപ്പെട്ട, പേഴ്സൺസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എഴുതുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നൊരു സ്പെഷ്യൽ കേസാണ്. അത് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ കീഴിലാണ് വരിക. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ, പ്രീപെയ്ഡ് കാര്യങ്ങൾ, ഇതെല്ലാം പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്ന പെർവ്യൂവിലാണ് വരുന്നത്. ഓക്കെ, മിഷനറി, ബിൽഡിംഗ്, ലാൻഡ് തുടങ്ങിയ അസറ്റുകൾ റിയൽ അക്കൗണ്ടാണ്. എക്സ്പെൻസുകൾ ലൈക്ക് സാലറി പെയ്ഡ്, റെൻറ്റ് പെയ്ഡ്, അങ്ങനെയുള്ളതെല്ലാം നോമിനൽ അക്കൗണ്ട് എന്ന് പറയും. വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ബാക്കിയുള്ളതെല്ലാം പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്ന പെർവ്യൂവിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ച് MCQs ആണ് നമ്മൾ നോക്കിയത്. ബാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്